ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ വളരെ യാദൃശികമായിട്ട് ഞാനിന്നൊരു വീഡിയോ കണ്ടു. നമ്മുടെ ഡാൻസർ അന്ന പ്രസാദിന്റെ ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് കണ്ടത്. അവരെവിടെയോ ഏതോ ഒരു പ്രോഗ്രാമിന് ചെയ്തൊരു വീഡിയോ. അപ്പോൾ അതിന്റെ കമന്റ്സ് നോക്കിയപ്പോൾ അതിൽ വന്നേക്കുന്ന കമന്റുകൾ കാണണം. ഭയങ്കര വൃത്തികെട്ട രീതിയിലുള്ള, അവർക്കെതിരെ ഭയങ്കര മോശമായിട്ടുള്ള കമന്റുകളാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അവരുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ട്. നമ്മളൊരു ഡാൻസ് പെർഫോം ചെയ്യുമ്പോൾ ആ പാട്ടിന് ചേരുന്ന വേഷമാണ് അവർ ധരിക്കുന്നത്. അവർക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നിയതുകൊണ്ടാണല്ലോ അത് ധരിച്ചത്. അപ്പൊ അതിനെതിരെ വന്ന് വിമർശിക്കേണ്ട കാര്യം ആർക്കും ഇല്ല. അവരുടെ ഡാൻസിനെ കുറിച്ച് നമുക്ക് കമന്റ് ഇടാം, അവരെന്താണ് അതിൽ നമുക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന് ഇടാം. അതല്ല, അവരുടെ വേഷത്തിനെ കുറിച്ച് തന്നെ നമുക്ക് പറയണമെങ്കിൽ വളരെ മാന്യമായ രീതിയിൽ പറയാമല്ലോ. ഇതൊരു ഡാൻസ് ഷോയാണ്. അപ്പൊ ആ പാട്ടിന് ചേരുന്ന ഒരു ഡ്രസ്സ് അവർ ധരിച്ചു. അതില് എങ്ങനെ ധരിക്കണം അല്ലെങ്കിൽ എന്ത് ധരിക്കണം എന്ന് അവർ തീരുമാനിച്ച് അവരുടെ ഇഷ്ടത്തോടെയാണ് ധരിച്ചത്. നല്ല രീതിയിൽ പുറത്തു വരേണ്ട ഒരു ഡാൻസ് ആയിരുന്നു. അതിലെ വീഡിയോ എടുത്തേക്കുന്ന ആളുടെ ഒരു മനസ്സുണ്ടല്ലോ, ആ അത്രയും മോശമായ രീതിയിൽ അവരെ താഴ്ത്തുന്ന രീതിയിൽ, നാണം കെടുത്തുന്ന രീതിയിൽ ഒരു വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്ത് ഭയങ്കര മോശമായിപ്പോൾ. അതിനെതിരെ വന്ന് കമന്റ് ചെയ്യുന്നവർ, ആ കുട്ടിക്കെതിരെ വന്ന് കമന്റ് ചെയ്യുന്നവർ ഭയങ്കര മോശമായിപ്പോൾ. മാന്യമായ രീതിയിൽ നമുക്ക് എന്തെല്ലാം കമന്റുകൾ പറയാം ഒരു കാര്യത്തിനെ കുറിച്ച്, വളരെ മാന്യമായ രീതിയിൽ. ഇത്രയും മോശമായിട്ട് പറയാൻ വേണ്ടിയിട്ട് അതിൽ എന്തിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്തറിയുമോ, ഇതൊക്കെ എടുക്കുന്ന ക്യാമറ ആൾക്കാരുണ്ടല്ലോ, ക്യാമറയും കൊണ്ട് നടക്കുന്നവർ നല്ല രീതിയിൽ എടുക്കാമല്ലോ. അത് ഇതൊന്നല്ല, ഒരു ഇനാഗുറേഷൻ ആയാലും എന്തായിക്കോട്ടെ, ഓരോരുത്തരും അവർ മാന്യമായ രീതിയിലായിരിക്കും വരുന്നത്. പക്ഷെ അതിന്റെ വീഡിയോ പുറത്തു വരുമ്പം നമ്മൾ അതാണല്ലോ കാണുന്നത്, നമ്മളെ വീഡിയോയിലൂടെ ആയിരിക്കും കാണുന്നത്. കാണുമ്പോൾ നമുക്ക് ഭയങ്കര മോശമായിട്ട് തോന്നും പലരുടെയും. പക്ഷെ അത് അവരുടെ കുഴപ്പമല്ല, ആ വീഡിയോ എടുക്കുന്നവരുടെ കുഴപ്പമാണ്. എടുക്കേണ്ട രീതിയിൽ എടുക്കാതെ വേണ്ടാത്ത സ്ഥലങ്ങളിൽ ചെന്ന് സൂം ചെയ്തൊക്കെ എടുത്ത് അത് പബ്ലിഷ് ചെയ്ത് അവരെ നാറ്റിച്ച് നെഗറ്റീവ് കമന്റുകളിട്ട് എന്തിന്റെ സൂക്കേടാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഭയങ്കര മോശമായിട്ടുള്ള കമന്റ്സ്. ആ കമന്റ് കണ്ടതുകൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അത്രയ്ക്കും മോശം കമന്റ്സ്, അത് നമുക്ക് പുറത്ത് പറയാൻ പോലും കൊള്ളാത്ത അത്രയും മോശമായിട്ടുള്ള കമന്റുകളാണ് ആ കുട്ടിക്കെതിരെ താഴെ വന്നേക്കുന്നത്. അപ്പോൾ ഈ കമന്റ് ഇട്ടവരോടാണ് എനിക്ക് പറയാനുള്ളത്, അവരിത് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. കണ്ടാൽ ദയവേത് നിങ്ങൾ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുമ്പോൾ ഒന്ന് ആലോചിക്കുക. പക്ഷെ ഇത്രയും അതപ്പതിച്ചുകൊണ്ട് കമന്റുകൾ ഇടരുത് ദയവേത് നിങ്ങൾ.